പൊന്നാവണിയേ മയങ്ങും കാണാക്കിളിയേ ചേതോഹരമായി വിളങ്ങും താരാമലരേ നിന്റെ കൊഞ്ചൽ എന്നും നെഞ്ചിൻ താളമാകുന്നു താലോലം പൊന്നാവണിയേ നീ ചെയ്തിരുന്ന ജോലി പ്രൊഫഷണലായിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരുപാട് ചെറുപ്പക്കാർ നാട് മുഴുവൻ ഉണ്ട് പോ. അതിൽ കൊള്ളാവുന്ന 4-5 പിള്ളേർക്ക് നീ എങ്ങ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി വരുന്ന ഞാനല്ല ഭരത, കൊടും ക്രിമിനൽസ്, കോൾഡ് ബ്ലഡഡ് ക്രിമിനൽസ്. 1-2 ദിവസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. പോണോന്ന് ആരാ പറഞ്ഞേ? പോവണ്ട. 6 മാസം കഴിഞ്ഞിട്ട് ആരോടും ചോദിക്കാതെ നീ ഇങ്ങോട്ട് പോരെ. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. എപ്പോ വേണമെങ്കിലും എമിനിക്ക് ഇവിടെ വരാം. ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ജേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ ഉദ്ദേശിച്ചത് എന്റെ കല്യാണക്കാരിയാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ കല്യാണം കഴിക്കണമെന്ന് ആർക്കാ കൂടുതൽ നിർബന്ധം? നിനക്കോ ജയകൃഷ്ണനോ? 2 പേർക്കും പഴയൊരു കൺസെപ്റ്റ് ഉണ്ട് എന്റെ ഭർത്താവിന്റെ മനസ്സിൽ. റെഡിമെയ്ഡാ. നീ അനിയത്തിയാണെന്ന് എന്നോട് താലി കെട്ടുന്നതിന് മുമ്പും പറഞ്ഞു. എനിക്കറിയാം യമുനെ, ജയകൃഷ്ണന്റെ മനസ്സിൽ മറ്റൊരു രൂപത്തിലോ ഭാവത്തിലോ നീയില്ല. ഒക്കെ ജയകൃഷ്ണന്റെ ഭാഗ്യം. പിന്നെ ഈ അമ്മ പണ്ടങ്ങോ ചെയ്ത പുണ്യത്തിന്റെ ഫലം. എന്റെ മോക്ക് നല്ലതേ വരും. നിങ്ങൾ പറയുന്ന പോലെ പ്രശ്നത്തിൽ ഒരു ദോഷവും കാണുന്നില്ല. അങ്ങ് മനസ്സ് വെച്ചാ കാണാതിരിക്കില്ല. മനസ്സ് വെച്ചാലും ഇല്ലാത്ത ദോഷങ്ങൾ കാണാൻ പറ്റില്ലല്ലോ. നീ അതം കൊടുത്തേക്ക്. എന്താ ഇത്? ദക്ഷിണയാണ്. മരുമകളുടെ നാളെന്താ? മകം. ഓ, മകം പിറന്ന മങ്കയാണല്ലോ. ദക്ഷിണ മതിയായില്ലെന്ന് തോന്നുന്നു. മഹാലക്ഷ്മി കയറി വരുമ്പോ വരരുതെന്ന് പറയുന്നത് തെറ്റല്ലേ? $20,000 ഉണ്ട്. ആ പെണ്ണ് പടിയിറങ്ങുമ്പോൾ ഒരു 10,000 കൂടി ഞങ്ങൾ അങ്ങ് തരും.
നിങ്ങൾ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഞാനിപ്പോ കാണുന്നുണ്ട്. ആ, എന്നാ നാളെ തന്നെ ഞാൻ മായം കൂട്ടി വരാം. അവരുടെ ദാമ്പത്യം നീണ്ടു നിൽക്കില്ലെന്നും ഇങ്ങനെ പോയാൽ ജയകൃഷ്ണൻ മരിക്കുമെന്നും സ്വാമി മായയോട് പറയണം. ഇതല്പം കടുപ്പമല്ലേ? പക്ഷേ മഹാലക്ഷ്മി ഒന്ന് വിളിക്കുമ്പം ആട്ടി പുറത്താക്കരുത് സ്വാമി. അതും ശരിയാണ്. പിരിഞ്ഞു പോയില്ലെങ്കിൽ ജയകൃഷ്ണൻ മരിക്കുമെന്ന് അവൾക്ക് ബോധ്യമാകണം. അതാ പ്രധാനം. ആയിക്കോട്ടെ. ഇതൊന്നും മോള് ചെയ്യണ്ട, ഒക്കെ ശോഭ ചെയ്തോളൂ. സാരമില്ലമ്മേ, ഇതൊക്കെ ഞാൻ വീട്ടിലും ചെയ്യുന്നതാ. എന്നാലും ഇവിടെ എന്റെ മോൾ ഒരു പണിയും ചെയ്യാൻ പാടില്ല. ഈ സ്നേഹം ഞാൻ തിരിച്ചറിയാതെ പോയല്ലോ ആദ്യമൊക്കെ. അതിനെന്താ, ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലേ? ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ അമ്മയെ എന്റെ മോൾക്ക് മറക്കാൻ സാധിക്കില്ല. മറക്കാനോ? ഞാനോ? എന്റെ സ്വന്തം അമ്മ തന്നെയാ ഈ അമ്മ. ആ മോളെ, നമുക്ക് നാളെ ഒരിടം വരെ പോണം. എവിടെയാ? ഇവിടെ പേര് കേട്ട ഒരു ജ്യോത്സ്യനുണ്ട്. ചിലപ്പോ മോള് കേട്ട് കാണും. ആനക്കൽ തമ്പി, മിടുക്കന. ജാതകം നോക്കാതെയല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത്? എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ നോക്കിയിട്ട് പരിഹാരം ചെയ്യാനാ. അതിനെന്താ, ഞാൻ വരാം. മോളെ, ഇവിടെ ആരോടും പറയണ്ട. ഓ, പറഞ്ഞാ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല കളിയാക്കുകയും ചെയ്യും. അമ്മ പറഞ്ഞത് ശരിയാ. വിശ്വാസം ഇല്ലാത്തവര് കളിയാക്കുകയുള്ളൂ. ദോഷങ്ങളുണ്ടെങ്കിൽ പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നത് നല്ലതാ. എന്താ അറിയാനുള്ളത്? അറിയാനൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണം. ഇവള് ദീർഘസുമംഗലിയാകണം. പിന്നെ പിണങ്ങി നിൽക്കുന്ന ഏട്ടനും ഏട്ടത്തി അമ്മയും പിണക്കം മാറി മായയെ വീട്ടിലേക്ക് വിളിക്കണം. ഒരു പൂവിന്റെ പേര് പറയൂ കുട്ടി. റോസ. ഒരു സംഖ്യ. 30. നാള്. മകം. മകന്റെ നാള്. രേവതി. അഷ്ടമരാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളൊന്നും കൊള്ളില്ല. മാത്രമല്ല, ഇവ വേദനക്ഷത്രങ്ങളുമാണ്. എല്ലാ ഗ്രഹങ്ങളും അപകടകാരികളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല സ്വാമി. തെളിച്ചു പറയൂ. കല്യാണത്തിന് മുമ്പ് ജാതകം നോക്കിയിരുന്നു? ഇല്ല, സ്നേഹിച്ചു കല്യാണം കഴിച്ചതാ. ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു. അതെന്താ? പറഞ്ഞില്ലേ, അഷ്ടമത്തിൽ പാവനുണ്ട്, രണ്ടാമിടത്തിൽ ശുഭഗ്രഹങ്ങളുമില്ല. അതുകൊണ്ട് ഭർത്താവിന് മുൻപേ ഭാര്യ മരിക്കാം. തിരിച്ചും സംഭവിക്കാം. ഈശ്വര, എന്ത് പാവം ചെയ്തിട്ടാ എന്റെ മോക്കി ഗതി വന്നത്. കണ്ടു കൊതി തീർന്നിട്ടില്ല രണ്ടുപേരെ. അവസാന കാലത്ത് നാഴി വെള്ളം കിട്ടുമല്ലോ എന്ന് കരുതിയ എല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായത്. എന്നിട്ടിപ്പൊ കണ്ടില്ലേ എന്റെ പൊന്നും മോളും മോനും മരിക്കുമെന്ന്. പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? കരയല്ലേ അമ്മേ? എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് ചോദിക്കേ. പരിഹാരമുണ്ട്. എന്താ? രണ്ടും രണ്ട് പാത്രമാവണം. തെളിച്ചു പറയൂ സ്വാമി. മകനും ഈ കുട്ടിയും വേറെ വേറെ കല്യാണം കഴിക്കണം. എന്ത് വിട്ടിത്തായി പറയുന്നത്? ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. പെട്ടെന്ന് പിരിക്കാൻ പറ്റില്ല സ്വാമി. ആയുസിനേക്കാൾ വലുതാണോ കല്യാണം? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. അതായത് അടുത്ത് തന്നെ വലിയ വീട്ടിലൊരു മരണം സംഭവിക്കും. എന്ത് വിട്ടിത്തായി പറയുന്നത്?
ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. പെട്ടെന്ന് പിരിക്കാൻ പറ്റില്ല സ്വാമി. ആയുസിനേക്കാൾ വലുതാണോ കല്യാണം? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. അതായത് അടുത്ത് തന്നെ വലിയ വീട്ടിലൊരു മരണം സംഭവിക്കും. എന്റെ ഈശ്വര, അത് ഈ കുട്ടിയാവാം, അല്ലെങ്കിൽ മകൻ. മരണം ഉറപ്പാണ്. പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ സ്വാമി? പ്രതിവിധിയൊക്കെ തൽക്കാല ശാന്തിക്കല്ലേ ഉതകൂ. എന്നാലും മഹാവിഷ്ണുവിനെ മനസ്സു നൊന്ത് പ്രാർത്ഥിച്ചോളൂ. ബ്രഹ്മചര്യ വ്രതം ഒറ്റ പറഞ്ഞല്ലോ, അതെന്താ? മറന്നതല്ല, അത് അനുഷ്ഠിക്കണം. ഇനി ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനേ പാടില്ല. അതാണ് പ്രധാനം. ജയൻ ഇതിലൊന്നും വിശ്വാസമില്ല സ്വാമി. എന്ത് പറഞ്ഞാലും അവൻ കേക്കില്ല. അപകടം സംഭവിക്കുമ്പോഴേ പഠിക്കൂ. ഇവിടെ അപകടമല്ല, മരണമാണ്. ഇപ്പോഴൊന്നും ജയനോട് പറയണ്ട മോളെ. ഞങ്ങൾ പിന്നെ വരാൻ സ്വാമി. ഒരുപാട് താമസിച്ചാൽ കാര്യം ഗുരുതരമാവും. എന്താ വേണ്ടതെന്ന് കുട്ടി ഒറ്റയ്ക്ക് ആലോചിച്ച് തീരുമാനിക്കണം. ഭർത്താവിന്റെ ജീവൻ ഇപ്പൊ കുട്ടിയുടെ കയ്യിലാണ്. മായ എവിടെ? മായ തന്നെ ചായ കൊണ്ടുതരണോ? ഞാൻ തന്നാലും പോരെ? അവള് പുറത്തുനിന്ന് വന്ന പെണ്ണ. നമ്മൾ ഒരു വിഷമവും വരുത്തിക്കൂടാ. നീയും അമ്മയെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. അച്ഛൻ കാണുന്നില്ലേ, അമ്മയ്ക്ക് ജീവനാ മായടത്തിയെ. അച്ഛൻ പറയുന്ന കേട്ടില്ലേ, ഞാനും അമ്മയും ഏട്ടത്തിയെ സ്നേഹിക്കുന്നില്ലെന്ന്. ശരിയാണോ ഏട്ടത്തി? അച്ഛനോട് ആരാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ആരും പറഞ്ഞതല്ല. നിന്റെ മുഖത്ത് ഈ വീട്ടിൽ വന്നു കയറിയ അന്ന് കണ്ട സന്തോഷം ഇപ്പോഴില്ലല്ലോ മോളെ. അത് അച്ഛന് തോന്നുന്നത്. എന്തു വിഷമമുണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാം. ജയനും ഞാനും തമ്മിൽ എങ്ങനെയാ കഴിയുന്നതെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ നല്ല കൂട്ടുകാരെ പോലെയാ. എന്തും അവന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ മോൾക്കും പറയാം. അച്ഛന്റെ വർത്താനം കേട്ടാ തോന്നൂലോ ഏട്ടത്തിക്ക് ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇന്നലെ മായയും കൂട്ടി നീയും അമ്മയും കൂടി എങ്ങോട്ടാ പോയത്? അത് ഞങ്ങളെ ഷോപ്പിങ്ങിന്. ഷോപ്പിങ്ങിനോ? തിരിച്ചു വന്നപ്പോ കയ്യിലൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ ഷോപ്പിങ്ങിന് പോയതല്ലേ? ഷോപ്പിങ്ങിന് തന്നെ പോയത്, ടെക്സ്റ്റൈൽ ഷോപ്പില്. പക്ഷെ മായേട്ടത്തിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതിന് വിഷമിക്കുന്ന എന്തിനാ മോളെ? ജയനെയും കൂട്ടി നാളെ തന്നെ പോയിക്കോ. ശരി, മായേട്ടത്തി മുകളിലേക്ക് പോ. ഏട്ടത്തി വിഷമിക്കണ്ട. പ്രതിവിധി ഇല്ലാത്ത ഒരു പ്രശ്നമില്ല. നമുക്ക് സ്വാമി പറഞ്ഞ പൂജകളൊക്കെ ചെയ്യണം. ഏട്ടത്തി മുടങ്ങാതെ അമ്പലത്തിൽ പോണം. അച്ഛൻ എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ സ്വാമിയെ പോയി കണ്ടത് അറിഞ്ഞു കാണോ? ഏയ് ഇല്ല. അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ നേരിട്ട് ചോദിച്ചേനെ. പക്ഷേ ഏട്ടത്തി ഇനി സൂക്ഷിക്കണം. മുഖത്തെ ഈ സങ്കടം മാറ്റണം. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു രൂപമില്ല ശോഭെ. ഞാൻ കാരണം ജയേട്ടൻ ആപത്ത് വരുമെന്നല്ലേ സ്വാമി പറഞ്ഞത്? സ്വാമി അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ശരിയാ. എന്നുവെച്ച് ഏട്ടത്തേക്ക് ബന്ധം ഉപേക്ഷിച്ച് പോവാൻ പറ്റുമോ? ഞാൻ കൂടെ താമസിച്ച ജയേട്ടന്റെ ജീവൻ അപകടം ഉണ്ടാവുമെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ശോഭെ. സ്വാമി അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ശരിയാ. എന്നുവെച്ച് ഏട്ടത്തേക്ക് ബന്ധം ഉപേക്ഷിച്ച് പോവാൻ പറ്റുമോ? ഞാൻ കൂടെ താമസിച്ച ജയേട്ടന്റെ ജീവൻ അപകടം ഉണ്ടാവുമെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ശോഭെ. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. സ്വാമിയെ വീണ്ടും കാണാം.
വേറെ പൂജകൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കാം. സ്വാമി വേറെന്തെങ്കിലും വഴി പറഞ്ഞു തരാതിരിക്കില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാ. വന്നു കയറിയപ്പോ എന്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷമൊക്കെ പോയി. ഇപ്പൊ ഒന്ന് കണ്ണടയ്ക്കാൻ പോലും പേടിയാ. ജയേട്ടന് എന്തെങ്കിലും ആപത്ത് വരുമോ ശോഭേ? ഏട്ടത്തി സമാധാനിക്ക്. അരുതാത്തൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഏട്ടനെയും ഏട്ടത്തി അമ്മയും വിഷമിപ്പിച്ചതിന്റെ ശിക്ഷയാവൂ ഇത്? അല്ലെങ്കിൽ എന്തിനാ ആഗ്രഹിച്ചതൊക്കെ തന്നിട്ട് ഈശ്വരൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇപ്പൊ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, എന്റെ ജയേട്ടന് ഒരു ആപത്തും വരുത്തരുതേ എന്ന്. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേൾക്കുമായിരിക്കും അല്ലേ? കേൾക്കും. എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യ സംഭാഷണം? ഏയ് ഒന്നുമില്ല. കരയാണോ? അല്ലല്ലോ. പിന്നെന്താ മുഖം ഇങ്ങനെ? എന്റെ പൊന്നേട്ടാ, സ്വന്തം ഏട്ടനെ ഓർത്ത് കരയുന്നതാ മായേട്ടത്തി, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ലേ. എടി നീ വല്ലതും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. സാറിന്റെ ചോദ്യം കേട്ടപ്പോ എനിക്കങ്ങനെ തോന്നി. മായ കരയാതിരിക്കേ. ഞാൻ പോയി കണ്ടോളാം ഏട്ടനെ ഏട്ടത്തി. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരുമിച്ച് പോയി കാണാം. ഞാൻ കാല് പിടിച്ച് വേണമെങ്കിൽ മാപ്പ് പറയാം. ചിലപ്പോ മനസ്സ് മാറിയാലോ. അതൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്കൊരു വാക്ക് തരണം. ഇനി ഒരിക്കലും കരയില്ല എന്നൊരു വാക്ക്. നിന്നെ ജീവനെപ്പോലെ നോക്കൂന്ന് പറഞ്ഞിട്ടാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പൊ കരയാൻ പാടില്ല. ഇല്ല, ഇനി അവക്ക് ഉറങ്ങാൻ പറ്റുമോ? അതുപോലുള്ള ഡോസല്ലേ നീ അവക്ക് കൊടുത്തത്? അമ്മേ, ഇവിടെ നിന്ന് അധികം സംസാരിക്കണ്ട. അച്ഛനെന്തെങ്കിലും സംശയം തോന്നും. നാളെ തന്നെ നീ അവളെയും കുട്ടി സ്വാമിയുടെ അടുത്ത് പോണം. അവളത് ആരോടെങ്കിലും പറയുമെന്ന എന്റെ പേടി. ജയനോട് പറഞ്ഞില്ലല്ലോ, പിന്നെ ആരോട് പറയാൻ? ആ ഞൊണ്ടിക്കാലിനോടോ? തൽക്കാലം അവരെ അങ്ങോട്ട് വിടാതിരുന്നാ മതി. എന്താ യശോദേ, നിനക്ക് ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ടോ? ഞാൻ ഉറക്കത്തിൽ നടന്ന ഒന്നുമല്ല, മായമോൾക്ക് കുടിക്കാൻ വെള്ളം എടുക്കാൻ വന്നതാ. ഒരാഴ്ച കഴിഞ്ഞില്ലേ യശോദേ? ഇനിയെങ്കിലും മായ വിട്ടുകൊടുത്തൂടെ ജയകൃഷ്ണന്? ഞാൻ അവളെ പിടിച്ചു വച്ചിട്ടൊന്നുമില്ല. മായ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാ. സംശയം ഉണ്ടേ പോയി ചോദിച്ചു നോക്കും. സംശയമൊന്നുമില്ല. എത്ര കാലത്തേക്കായി ഈ പരിപാടി എന്നൊന്ന് പറഞ്ഞു തന്നാ മതിയായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ അതൊക്കെ ജയന്റെയും മായയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കൂടെ നിന്നാ മതി. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. എന്ത് കാരണം കൊണ്ടായാലും അവരുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. നീ എന്താ പെണ്ണെ ഈ കാണിക്കുന്നത്? അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് 8 ദിവസമായി. അതിന്
ഇനി 173 ദിവസം മാത്രം ബാക്കി, 6 മാസം തികയാൻ. അന്ന് യശോദ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്ന് വെച്ച് അത് തന്നെ ചിന്തിച്ചിരിക്കണോ മോളെ? അതല്ലാതെ എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലല്ലോ. ആ ഒരു സ്വപ്നം ഉള്ളതുകൊണ്ടാ അമ്മയുടെ മോള് ഇന്നിവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത്. ഒരുപാട് ആശിച്ചിട്ട് യശോദ പറഞ്ഞതൊന്നും നടന്നില്ലെങ്കിൽ പിന്നെയും തകർന്നു പോവില്ല എന്റെ കുട്ടി. ഇനി ആ സ്വപ്നം നടക്കാതിരിക്കില്ല. മായ അധികം വൈകാതെ എനിക്ക് വഴിയൊഴിഞ്ഞു തരാണ്ടിരിക്കില്ല. ജയേട്ടന്റെ വീട്ടില് ജയേട്ടനൊപ്പം രാജകുമാരിയെ പോലെ ജീവിക്കേണ്ടിയിരുന്നവളല്ലേ ഈ ഞാൻ? അമ്മ പറയാറില്ലേ അതില്ലാണ്ടാക്കിയത് വിധിയാണെന്ന്? അതേ വിധി തന്നെ നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു തരും. കാത്തിരിക്കണ്ടേ ഞാൻ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജയന് മായയെ ഉപേക്ഷിക്കാൻ പറ്റുമോ മോളെ? പറയുന്നത് മനുഷ്യരല്ലല്ലോ, ഈശ്വരന്മാരല്ലേ. അവള് ജയേട്ടനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരന്മാരുടെ വാക്ക് അവഗണിക്കാൻ പറ്റൂ? ഗ്രഹങ്ങളുടെ കോപം കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റൂ? ജയേട്ടന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നറിഞ്ഞ ആരോടും ഒന്നും പറയാതെ സ്വയം പിരിഞ്ഞു പൊയ്ക്കോളൂ അവള്. ഒന്നിച്ച് ജീവിച്ചാൽ ജയേട്ടൻ മരിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞല്ലോ അവള്. വിധിയെ പരീക്ഷിക്കാൻ നിൽക്കാതെ പടിയിറങ്ങാൻ ഇനി ഒരുപാട് ദിവസമൊന്നും വേണ്ടിവരില്ല. എനിക്ക് പേടിയാവുന്നുണ്ട്. ജയൻ എന്തെങ്കിലും സംശയം തോന്നിയാൽ ആ ജോത്സ്യനെ അന്വേഷിച്ചു പോവില്ലേ? അയാൾ സത്യം പറയില്ലേ? എന്റെ അമ്മ ഒരു പാവം. മനസ്സിൽ കള്ളത്തരം ഇല്ലാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും കല്യാണം കഴിച്ചവരെ തമ്മിൽ പിരിക്കണത് പാവമല്ലേ മോളെ? അമ്മയുടെ മോൾ ആഗ്രഹിച്ചിരുന്ന ജീവിതം ആ മായ തട്ടിയെടുത്തത്. നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പിന്മാറാൻ എനിക്ക് പറ്റുമോ? എന്നെങ്കിലും ഒരിക്കൽ മായ സത്യം അറിഞ്ഞാലോ? എന്ത് സത്യം? ജോത്സ്യന് പണം കൊടുത്ത് യശോദ നുണ പറയിച്ചതാണെന്ന സത്യം. അപ്പോഴേക്കും ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പോഴും അവൻ പറയുന്നത് നീ അവന്റെ അനിയത്തിയാണെന്നല്ലേ? അതൊക്കെ ഞാൻ ആ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയില്ലേ? അവിടെ പുതിയത് എഴുതി വെക്കില്ലേ? ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടോണ്ട് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഇങ്ങനെ ഒരു സ്വപ്നം ഉള്ളത് കൊണ്ടാ ഞാനിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. അമ്മ സങ്കടപ്പെടണ്ട. ഒട്ടും വൈകാതെ ജയേട്ടന്റെ ഭാര്യയായി ഞാൻ അമ്മായിയുടെ വീട്ടിലേക്ക് പോകും. എന്താ മോളെ? എന്റെ മോക്ക് എന്താ പറ്റിയത്? എന്തായാലും അമ്മയോട് പറ. ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു അമ്മേ. എന്ത് സ്വപ്നമാ മോള് കണ്ടത്? ജയേട്ടനെയും യമുനയും കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ പടിയിറങ്ങി പോകുന്ന പോലെ. അത് ചീത്ത സ്വപ്നമല്ലല്ലോ, നല്ല സ്വപ്നമല്ലേ എന്റെ യമുനയുടെയും സ്വപ്നം. ഈശ്വര, എന്റെ കുട്ടി എന്തിനെങ്ങനെ വിഷമിപ്പിക്കുന്നത്? കരഞ്ഞു കരഞ്ഞില്ലാണ്ടായി എന്റെ മോള്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയായിരുന്നെങ്കിൽ എന്തിനാ ജയകൃഷ്ണനെയും മായ ഒന്നിച്ചു ചേർത്തത്? എങ്ങനെയാ നിന്നെ സമാധാനിപ്പിക്കേണ്ടെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല മോളെ. സ്വയം സമാധാനിക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടേ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ.
നടക്കാൻ പോണതൊക്കെയാണോ ഈശ്വരൻ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നത്? അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ അമ്മ ജീവിച്ചിരിക്കില്ല, അത് ഉറപ്പാ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെങ്ങനെയാ മോളെ ഞാൻ പറഞ്ഞു തരുന്നത്? ഒക്കെ ഈശ്വരൻ തീരുമാനിക്കട്ടെ. ഞാൻ ഒഴിഞ്ഞു പോയ ജയേട്ടൻ? തമാശയ്ക്ക് പോലും എന്റെ മോൾ അങ്ങനെയൊന്നും പറയരുത്. ഏതായാലും നമുക്ക് സ്വാമിയെ പോയി കാണാം. എല്ലാം സ്വാമി തീരുമാനിക്കട്ടെ. മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? കരഞ്ഞോ നീ? ഏയ്, അച്ഛന് തോന്നിയതാവും. അമ്മേ, അമ്മേ, അമ്മേ. ചായ. മോൾ എന്തിനാ ചായ ഉണ്ടാക്കിയത്? അമ്മയെ വിളിക്കായിരുന്നില്ലേ? മോളുണ്ടാക്കിയ ചായയല്ലേ, കുടിച്ചേക്കാം. ആ, ഇന്ന് സ്വാമിയെ കാണാൻ പോണം. ജയനോട് മോടെ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞാ മതി. ആ, ഹലോ, ഗുഡ് മോർണിംഗ്. ശേ, ഏടത്തി എന്ത് പണിയെ കാണിച്ചത്? എന്തിനാ ചായ ഉണ്ടാക്കിയത്? അമ്മ കണ്ട എന്നെ ചീത്ത പറയില്ലേ? പണി എടുപ്പിക്കാനാണ് ഏട്ടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് ചോദിച്ച്. സാരമില്ല, ഇപ്പൊ മോള് ചായ ഒടിക്കും. ഈ ഏടത്തിയുടെ ഒരു കാര്യം. അമ്മക്ക് ചായ കൊടുത്തോ? കൊടുത്തു. എന്നാൽ ഇപ്പൊ വരൂ ഈ റൂമിലേക്ക് ചവിട്ടി കുളിക്കൊണ്ട്. എങ്ങനെയുണ്ടോ മരുമോളോടൊരു സ്നേഹം? എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ജയേട്ടനോ? കല്യാണം കഴിഞ്ഞ ശേഷം ഒരു രാത്രി പോലും ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല മോളെ. അതെന്താ? അറിയില്ലല്ലേ? ഇല്ല. സത്യമായിട്ടും? സത്യമായിട്ടും അറിയില്ല. സ്വപ്നം കാണാൻ അറിയാമോ? സ്വപ്നം കാണാൻ അറിയുന്ന എന്തിനാ? അത് നമ്മൾ അറിയാതെ സംഭവിക്കുന്നല്ലേ. ഇവിടെ ഇരിക്കും കേട്ടോ. മനസ്സിലുള്ള മോഹങ്ങളാണ് സ്വപ്നങ്ങളായി നമ്മളെ സാന്ത്വനിപ്പിക്കാൻ വരുന്നത്. സ്വപ്നത്തിൽ കാണുന്നതൊക്കെ ശരിക്കും സംഭവിക്കൂ ജയേട്ടാ? എന്താ, വല്ല സ്വപ്നവും കണ്ടോ എന്റെ ശ്രീമതി? ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? സംഭവിക്കോ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ? പറയാൻ പറ്റില്ല. കൃത്യമായൊരു ഉത്തരം ആരും പറഞ്ഞിട്ടുമില്ല. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. ഒരു കാര്യം സത്യം, ഒപ്പം ഇല്ലെങ്കിലും എല്ലാ ദിവസവും രാത്രി സ്വപ്നത്തിൽ വന്ന് എന്നെ ആശ്വസിപ്പിക്കാറുണ്ട് നീ. തൽക്കാലം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ഞാൻ. നിന്റെ വഴിപാടും ഭജനയും വ്രതമൊക്കെ മുടങ്ങാതെ നടക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടുവോ? ഇല്ല. ഉറപ്പാണോ? നീ ചുമ്മാ പറയടി വേണേ, എന്താ കാര്യം? ഇന്ന് ഞാനും അമ്മയും ശോഭയും കൂടി ഏട്ടനെ കാണാൻ പോവും. അനുഗ്രഹം വാങ്ങാൻ ചെന്നപ്പോ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നോ? എന്നാൽ എന്റെ ഏട്ടനല്ലേ, വഴക്കൊന്നും പറയില്ല ജയേട്ടാ. നമ്മളിവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ നിന്നെ കാണാൻ? എതിരൊന്നും പറയല്ലേ. ഒക്കെ നിന്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
എന്റെ സ്വപ്നത്തിൽ നീ വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സ്വപ്നത്തിൽ ഞാൻ വരാറുണ്ടോ? അമ്മയുടെ അടുത്ത് കിടക്കുമ്പോ അതുപോലുള്ള റൊമാൻറ്റിക് സ്വപ്നങ്ങളൊന്നും കാണാൻ പറ്റില്ല മോനെ. എപ്പോ തീരും എന്ത് വ്രതം? ഇതല്ലാതെ വേറൊരു വിചാരവും ഇല്ല ജയേട്ടന്. പോ അവിടുന്ന്. നമുക്ക് പോകണ്ടേ? വേഗം റെഡിയാവ്. സ്വാമിയെ വിളിച്ചോ നീ? വിളിച്ചു. 8 മണിക്ക് അയാൾ കാത്തിരിക്കും. മായ ജയനോട് പറഞ്ഞിട്ടുണ്ട് ആ ഞൊണ്ടിക്കാലിന്റെ വീട്ടിലേക്കാ പോകുന്നതെന്ന്. ഇനി ഒരാൾ കൂടിയുണ്ട്. കടൽക്കിഴവനെ പോലെ ഉമ്മറത്തിരിപ്പുണ്ടാവും. അച്ഛൻ അല്ലേ? അങ്ങനല്ലാതെ ഈ വീട്ടിൽ പിന്നെ വേറെ ഏതാ കടൽക്കിഴവൻ? ആ പേര് അച്ഛന് നന്നായിട്ട് ചേരും. യാത്രയായി ഹാളിൽ ചെല്ലുമ്പോ ചോദിക്കും എങ്ങോട്ടാ യാത്രയെന്ന്. 3 പേരും ഒരുപോലെ പറഞ്ഞോണോ ഉത്തരം. മായ പറഞ്ഞു തന്നെ പറയാം. വിജയനെ ശാരദയും കാണാൻ പോവാണെന്ന് പറഞ്ഞ അച്ഛൻ കണ്ണടച്ച് വിശ്വസിച്ചോളൂ. എന്നാ അങ്ങനെ തന്നെ പറഞ്ഞേക്കും. ഒരു കുഴപ്പമുണ്ട്. എന്താടി? സ്വാമി ഒരു പിത്തക്കാടിയാ. കാശിനാർത്തിയുള്ള ജന്തു. കൊടുത്തു ഒന്നും പോരത്രേ ആശ്രീകരത്തിന്. കാര്യം നടന്നാ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ? അവിടം കൊണ്ടൊന്നും നിക്കില്ല. 50 തികച്ചു വേണോന്ന് അയാൾ പറയുന്നത്. സമ്മതിച്ച അയാൾ ഇന്ന് തന്നെ 2 പാത്രമാക്കി തരും. കൊടുക്കാന്ന് പറഞ്ഞേക്കും. ഈ മാരണം ആരും അടിച്ചേർക്കാതെ ഒഴിഞ്ഞു പോവല്ലോ. കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ യമുനെ വിളിച്ചോ? ഇനി വെറുതെ ഫോണിൽ വിളിച്ചാ പോരാ, നേരിട്ട് തന്നെ പോണം. നീ പറഞ്ഞത് ശരിയാ, പോണം. സ്വാമി എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയട്ടെ ആദ്യം. അശ്വതി, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ. അമ്മ ഞങ്ങളോട് പിണങ്ങിയിട്ടുണ്ടാവുന്ന കരുതിയേ. ഇപ്പോഴാ സമാധാനമായത്. ഞാനെന്തിനാ നിങ്ങളോട് പിണങ്ങുന്നത്? ഡാ, അവള് പറഞ്ഞത് സത്യമായിരുന്നു. ഞാനറിയാതെ വിശ്വേട്ടൻ പായസത്തിൽ സയനൈഡ് ചേർത്തിരുന്നു. അശ്വതി, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ. അമ്മ ഞങ്ങളോട് പിണങ്ങിയിട്ടുണ്ടാവുന്ന കരുതിയേ. ഇപ്പോഴാ സമാധാനമായത്. ഞാനെന്തിനാ നിങ്ങളോട് പിണങ്ങുന്നത്? ഡാ, അവള് പറഞ്ഞത് സത്യമായിരുന്നു. ഞാനറിയാതെ വിശ്വേട്ടൻ പായസത്തിൽ സയനൈഡ് ചേർത്തിരുന്നു. ഒരിക്കലും വിശ്വേട്ടൻ അങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയതേ ഇല്ല. കണ്ടില്ലേ, എന്റെ കണ്ണൊന്ന് തെറ്റിയിരുന്നെങ്കിൽ ഭരതേട്ടൻ പെടഞ്ഞു വീടില്ലായിരുന്നു ഇവിടെ. നീ പറഞ്ഞത് ശരിയാ മോളെ. ഈശ്വരന് നിന്നെ കൊണ്ട് അപ്പോഴെങ്ങനെ പറയിപ്പിച്ചത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിയാം. പക്ഷേ എന്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? മോളെ, നീ വിചാരിക്കുന്നുണ്ടോ ഭരതനെ ഞാൻ? ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. നിങ്ങൾ കൊണ്ടുവന്ന പായസം വിശ്വസിച്ച് ഭരതേട്ടൻ കഴിച്ചിരുന്നെങ്കിലോ? പിറന്നാളാണെന്ന് കരുതി ഞാനൊരു വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിലോ? മോളെ, നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ... നീ അമ്മയോട് ഇങ്ങനെയൊന്നും പറയല്ലേ അശ്വതി. എങ്ങനെ പറയാതിരിക്കും? അമ്മ എത്ര സില്ലിയായിട്ടാ പറയുന്നേ പായസത്തിൽ സയനൈഡ് ഉണ്ടായിരുന്നു എന്ന്. അത് ചെയ്തത് അമ്മയല്ലല്ലോ, മുതലാളിയല്ലേ. അവള് പറഞ്ഞോട്ടെ ഭരത. അറിയാതെയാണെങ്കിലും നിന്നെ കൊല്ലാൻ ശ്രമിച്ചവളല്ലേ ഞാൻ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ ഭരതൻ... ഈശ്വര, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇനിയും ഭരതേട്ടനെ കൊല്ലാൻ വിശ്വംഭര ശ്രമിക്കും. നിങ്ങളെ അതിനുള്ള ഉപകരണമാക്കും. സത്യം പറയുമ്പോ വിഷമിക്കരുത്. എന്റെ ഭർത്താവിനെ കൊല്ലാൻ കാത്തിരിക്കുന്ന ഒരു ഗുണ്ടയുടെ ഭാര്യ നിങ്ങൾ. മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാ ഇപ്പൊ എനിക്ക് എന്റെ ഭരതേട്ടന്റെ ജീവൻ. നിങ്ങളുടെ മനസ്സിൽ ഭരതേട്ടൻ ശരിക്കും ഒരു മകന്റെ സ്ഥാനത്താണെങ്കിൽ ഒരപേക്ഷയുണ്ട് എനിക്ക്. എന്റെ ഭർത്താവിന്റെ ജീവൻ എടുക്കാനായി ഇനി ഇങ്ങോട്ട് വരരുത്. അശ്വതി, ഇക്കാര്യത്തിൽ ഭരതേട്ടൻ ഇടപെടരുത്. അമ്മ വിഷമിക്കരുത്. ഇവള് കഥയില്ലാതെ ഓരോന്ന് പറയുന്ന. അശ്വതി, അമ്മയോട് മാപ്പ് പറയും. തെറ്റ് ചെയ്തവരാ മാപ്പ് പറയേണ്ടത്. അശ്വതി,
നീ അവളെ വഴക്ക് പറയണ്ട. അവളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെ പറയും. എന്താ അശ്വതി ഇത്? അമ്മ പാവല്ലേ? നീ ഇതുവരെ അമ്മയെ മനസ്സിലാക്കിയിട്ടില്ല. എന്നെ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ 1000 വട്ടം കേട്ടിട്ടുള്ളതല്ലേ. പിറക്കാതെ പോയ മകൻ, ആ മകൻ ചത്തു മലച്ച് കിടക്കുമായിരുന്നു ഇവിടെ. ആ തെറ്റിന് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ സ്ത്രീക്ക് മാപ്പ് കൊടുക്കില്ല. അമ്മേ, സാരമില്ല. നിന്നെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണ് കൂടെ ഉണ്ടല്ലോ. അവള് നോക്കിക്കോളും നിന്നെ. എനിക്കിപ്പോ ഉറപ്പായ കാര്യം. ഇനിയൊരാപത്തും നിന്നെ തേടി വരില്ല. അശ്വതി നോക്കിക്കോളും എല്ലാം. എന്നാലും അമ്മയോട് വരാതിരിക്കരുത്. ഫോണുണ്ടല്ലോ കയ്യിൽ. കാണണമെന്ന് തോന്നുമ്പോ വിളിച്ചാ മതി. അമ്മയും വിളിക്കണം. പോട്ടെ. ഗ്രഹങ്ങൾ കൂടുതൽ അപകടകാരികളായിരിക്കുന്നു. ഒരു വാഹന അപകടത്തിൽ അടുത്തു തന്നെ കുട്ടിയുടെ ഭർത്താവ് മരിക്കും. മായടുത്തി എന്താ ആലോചിക്കുന്നേ? ഇവിടുന്ന് ഇറങ്ങിയ എങ്ങോട്ടാ പോകേണ്ടെന്ന് ആലോചിക്കായിരുന്നു. നീ എങ്ങോട്ടും പോകണ്ട മോളെ. അമ്മയുടെ കൂടെ തന്നെ താമസിച്ചാ മതി. അത് ജയേട്ടനെ ശിക്ഷിക്കുന്നത് പോലെയാവും. എന്നാലും എടുത്തി പോണ്ട. ഭ്രാന്ത് പറയല്ലേ. ഇനിയും ഞാൻ ആ വീട്ടിൽ താമസിച്ച എന്റെ ജയേട്ടനെ. ഇതെന്തൊരു വിധിയാണ് ഈശ്വര. ഈ കല്യാണം നടക്കരുതായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. അതുകൊണ്ടല്ലേ എന്റെ ഏട്ടത്തിക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വന്നത്. നീ പറയുന്നത് ശരിയാ ശോഭെ. ഞങ്ങളുടെ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതിന് നീ മാത്രം ഇങ്ങനെ ആദ്യം പിടിച്ചിട്ട് എന്താ കാര്യം? ജയേട്ടൻ എന്തെങ്കിലും സംഭവിച്ച അമ്മയ്ക്ക് വിഷമാവില്ലേ? പിന്നീട് അത് എന്നോടുള്ള ദേഷ്യമായിട്ട് മാറും. നിങ്ങൾ രണ്ടുപേരും എന്നെ ശപിച്ചു എന്ന് വരും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ആ വീട് വിട്ടിറങ്ങാൻ. നീ എങ്ങോട്ട് പോകും മോളെ? തീരുമാനിച്ചിട്ടില്ല. അത്ര എളുപ്പം മായേട്ടത്തേക്ക് പോവാൻ പറ്റുമോ ഞങ്ങളെ ഉപേക്ഷിച്ച്? തടയില്ലേ ശോഭെ. ഞാൻ അവിടുന്ന് പോയല്ലേ പറ്റൂ. ജയേട്ടൻ വിട്ടില്ലെങ്കിലോ? വിടില്ല. പിന്നെ ഒരു കാരണം ഉണ്ടാക്കണം. ശക്തമായ ഒരു കാരണം.
കഴിക്കു ഭരതേട്ടാ. മതി. ആ 2 എണ്ണം കൂടി ആവാം. ഞാൻ സ്നേഹത്തോടെ തരുന്നല്ലേ. വയറ് നിറഞ്ഞാ പിന്നെ കഴിക്കുന്ന എങ്ങനാ? ഇത്രയും കാലം ഇങ്ങനെ നിർബന്ധിച്ച ആഹാരം തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ വന്നില്ലേ. ദാ ഇതും കൂടി കഴിക്കണം. കഴിക്കു ഭരതേട്ടാ. നീ സ്നേഹത്തോടെ പറയുമ്പോ കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല. അയ്യോ, എന്താ ഇത്? ശ്രദ്ധിച്ചു കഴിക്കണ്ടേ? ഇത് കുടിക്കും. ഈ സ്നേഹം കിട്ടാൻ ഞാൻ എന്ത് പുണ്യാ ചെയ്തത്? പുണ്യം ചെയ്തത് ഞാനല്ലേ. അതുകൊണ്ടല്ലേ ആഗ്രഹിച്ച ജീവിതം കിട്ടിയത്. മതിയെങ്കിൽ കഴിക്കണ്ട, കൈ കഴുകിക്കോളൂ. സത്യം പറയണം, എന്റെ കൂടെ ജീവിക്കാൻ നീ ആഗ്രഹിച്ചിരുന്നു. എന്താ സംശയം? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദ്യം ഇഷ്ടപ്പെട്ടത് ഈ കരുത്ത. പിന്നെ ഈ മുഖം. ഒടുവിൽ ഈ മനസ്സും. എന്റെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഞാൻ. ഭരതേട്ടനെ ഞാനല്ലാതെ വേറൊരു പെണ്ണും മോഹിക്കരുതെന്ന് ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. എന്നെ ഒരു പെണ്ണും മോഹിച്ചിട്ടില്ല. ആർക്കും ഞാൻ സ്നേഹം തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അതൊക്കെ എനിക്ക് വേണ്ടി ഇവിടെ കാത്തു വച്ചിരിക്കുകയായിരുന്നില്ലേ. പിന്നെന്തിനാ ആദ്യം കണ്ടപ്പോ നീ പൊട്ടിത്തെറിച്ചത്? ഈ ഭരതേട്ടന് ഒന്നും ഓർമ്മയില്ല. ഏട്ടൻ തല്ലാൻ വന്നപ്പോ ഞാൻ ഓടി വന്ന് തടഞ്ഞില്ലേ. അതെന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. ഈശ്വര, അപ്പൊ ഞാനത് അറിയാതെ പോയല്ലോ. അറിയൂന്ന് കരുതി ഞാൻ കാത്തിരുന്നു. അപ്പോഴൊന്നും ഈ ആള് വന്നില്ല. എനിക്ക് എനിക്ക് നിന്നെ പേടിയായിരുന്നു അശ്വതി. കള്ളൻ, നോട് പറയുന്ന കണ്ടില്ലേ. സത്യമാണ് ഞാൻ പറയുന്നത്. നിന്നെ ദ്രോഹിച്ചതിലുള്ള കുറ്റബോധം കൊണ്ടാവാം. പേടി തന്നെയായിരുന്നു എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ. ഇപ്പൊ പേടി മാറിയോ? ഇനി എപ്പോഴെങ്കിലും പേടിക്കോ? ഇല്ല. അതെന്താ? ഇപ്പോ നീ എന്റെ ആത്മാവിന്റെ അംശമല്ലേ. ഓഹോ, എന്റെ ഈശ്വര, ആളെ കൊന്ന് നടന്നിരുന്ന ഈ ചെക്കൻ പറയണ കേട്ടില്ലേ. ഒക്കെ പഠിപ്പിച്ചത് നീ അശ്വതി. നിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ ഞാൻ എന്നെ തന്നെ മറന്നു പോകും. അയ്യോ, അങ്ങനെ പരിസരം മറക്കരുത്. ഒരുപാട് ശത്രുക്കളുള്ളതാ ഭരതേട്ടന്. ആരെങ്കിലും കൊല്ലാൻ വന്നാ തടയാൻ പറ്റുമോ? തടയുന്ന എന്തിനാ? കൊന്നോട്ടെ. മരിക്കാൻ പേടിയില്ലേ? ഇല്ല. അതെന്താ? ഒരു ദിവസം മനുഷ്യനായിട്ട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഇതിപ്പോ ഒരുപാട് ദിവസം ആയില്ലേ. പിന്നെ ഭാര്യയായിട്ട് നീ വന്നു, അനിയത്തിയായിട്ട് മായ വന്നു. ഇത്രയൊക്കെ പോരെ സന്തോഷിക്കാൻ? പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരെ ഒന്നിപ്പിക്കാനും കഴിഞ്ഞു. ഈ നാട് പേടിയോടെ ഓർത്തിരുന്ന പേരാ എന്റേത്. ഇനി ഞാൻ മരിച്ചുപോയാ നീയും അമ്മയും മായയൊക്കെ പറയുമല്ലോ, മനുഷ്യനായിട്ട് മാറിയിട്ടാ ഭരതൻ മരിച്ചതെന്ന്. ഒരാളുകൂടെ ഉണ്ട്, ജയകൃഷ്ണൻ. ഇനിയും ആരാധകരുടെ എണ്ണം കൂടും. അതുവരെ ജീവനോടെ ഉണ്ടാവണം എന്റെ കുട്ടൻ. ജീവനോടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് നടക്കും അശ്വതി. പഴയ ശത്രുക്കൾ പകയോടെ കാത്തിരിക്കുന്നില്ലെങ്കിൽ അത് നടക്കും ഭരതേട്ട. ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്ന് മോഹം തോന്നുന്നുണ്ടോ ഇപ്പോ? ഉണ്ട്. എന്തിനാ? നിന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടാതിരിക്കാം. മായ എന്നെ ഏട്ടാന്ന് വിളിക്കുന്നത് കേൾക്കാൻ. മരിച്ചുപോയ എന്റെ അനിയത്തിക്ക് പകരം നിന്റെ മായയെ എനിക്ക് തരാമോ അശ്വതി?
ഇപ്പൊ നിന്നെ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ കാണാറുണ്ടല്ലോ ഭാനുമതി. എന്തു പറ്റി? അല്ല, മോനും മരുമോളും കൂടി അടിച്ച് പുറത്താക്കിയോ? കണ്ടിട്ട് എന്തു തോന്നുന്നു? അങ്ങനെ എന്തോ സംഭവിച്ചായിട്ട് നിന്റെ മുഖം പറയുന്നുണ്ടല്ലോ ഭാനുമതി. എന്നാൽ കേട്ടോ, ഇറക്കി വിട്ടു. സന്തോഷമായില്ലേ നിങ്ങൾക്ക്? സന്തോഷിക്കണമെങ്കിൽ അവനില്ലാതാവണം, ഭരതൻ. ഇല്ലാതാക്കാൻ കൊലയാളികളെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്കൊരു സംശയം, അവർക്കും പേടിയാണോ ഭരതന്? അല്ല, അവനിപ്പോഴും ജീവനോടെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അവനെ കൊല്ലാൻ കൊലയാളികളെ ഏൽപ്പിച്ചോടെ ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു. ഇനി ഞാനത് തുറക്കണം. എപ്പോ വേണമെങ്കിലും അവരവനെ കൊന്നോട്ടെ. ശബ്ദത്തിന് പഴയ ഘനമില്ലല്ലോ വിശ്വേട്ടാ. എന്തു പറ്റി? ഇതുവരെ അവനെ ആർക്കും തൊടാൻ പറ്റിയില്ലെന്ന് കരുതിയിട്ടല്ലേ നിന്റെ ഈ പരിഹാസവും കുഞ്ഞവും. അതിനടുത്ത് തന്നെ ഉത്തരം കിട്ടും. ഏറിയാൽ 2-3 ദിവസം. അതുവരെ അവൻ സുഖമായി ജീവിച്ചോട്ടെ ഭാനു, ആ ഒരുമ്പെട്ടവളുടെ ഭർത്താവായിട്ട്. അത് വിശ്വേട്ടം കൊടുത്ത സൗജന്യമല്ല, അവള് പിടിച്ചു വാങ്ങിയ അവകാശമാ. അതെന്തിനാന്നറിയാമോ? അവനെ സ്നേഹിക്കാനല്ല, സ്നേഹിച്ച് ഒരു ദിവസം അങ്ങ് കൊല്ലാൻ. ഈ കഥ എത്ര വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് വിശ്വേട്ടൻ. ഇത് കഥയല്ല, സത്യം. ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ് ഭരതൻ. ചിലപ്പോ അവനെ കൊല്ലുന്നത് ഞാൻ അയച്ച കൊലയാളികളായിരിക്കില്ല ഭാനു. അശ്വതിയായിരിക്കും അല്ലേ? കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയായാലും ഭരതന്റെ ശവം കിട്ടിയാൽ മതി എനിക്ക്. അപ്പൊ മുൻപ് പറഞ്ഞൊരു ഓഫർ അതാർക്ക് കൊടുക്കും വിശ്വേട്ടൻ? 50 ലക്ഷം. സംശയം എന്താ അശ്വതിക്ക്? ഇപ്പൊ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. എന്താണാവോ? സ്വന്തം ഭാര്യയ്ക്ക് പോലും നിങ്ങൾ ഈ വീട്ടിൽ ചതിക്കുഴികൾ ഒരുക്കി വെച്ചിട്ടില്ലേ? പിന്നെ ഉണ്ടല്ലോ. ശത്രുക്കളെ കൊല്ലാൻ അഗ്നിസാക്ഷിയായി കല്യാണം കഴിച്ച ഭാര്യയെ പോലും നിങ്ങൾ ഉപയോഗിക്കും. നീ ഉദ്ദേശിച്ചത് ആ പായസത്തിന്റെ കാര്യമല്ലേ? അതെ. ഭർത്താവിന്റെ ശത്രുക്കൾ ഇല്ലാതാക്കാൻ നീ സഹായിക്കേണ്ടല്ലേ എന്റെ ഭാനുമതി? ഭരതന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സഹായം ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയൊരു ചതി, അത്രേ ഉള്ളൂ. ആ കളി ഇനി വീണ്ടും വിശ്വംഭരൻ കളിക്കില്ല. മകന് വേണ്ടതൊക്കെ കൊടുത്തോ, അതിൽ സൈനൈഡ് ഉണ്ടാവില്ല. ഇനി ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഹാരം കൊണ്ട് ഭരതന്റെ അടുത്തേക്ക് ചെന്നാൽ അശ്വതി വെറുതെ ഇരിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടം അവൾക്കിപ്പോ ഭരതനെ. ഇഷ്ടം? ആ വാക്കിന് മരണം എന്നൊരർത്ഥം കൂടി ഉണ്ടെന്ന് നിനക്ക് വൈകാതെ അശ്വതി തന്നെ പറഞ്ഞു തരും. ഭരതന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സഹായം ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചെറിയൊരു ചതി, അത്രേ ഉള്ളൂ. ആ കളി ഇനി വീണ്ടും വിശ്വംഭരൻ കളിക്കില്ല. മകന് വേണ്ടതൊക്കെ കൊടുത്തോ, അതിൽ സൈനൈഡ് ഉണ്ടാവില്ല. ഇനി ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഹാരം കൊണ്ട് ഭരതന്റെ അടുത്തേക്ക് ചെന്നാൽ അശ്വതി വെറുതെ ഇരിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടം അവൾക്കിപ്പോ ഭരതനെ. ഇഷ്ടം? ആ വാക്കിന് മരണം എന്നൊരർത്ഥം കൂടി ഉണ്ടെന്ന് നിനക്ക് വൈകാതെ അശ്വതി തന്നെ പറഞ്ഞു തരും. ആ വാക്കിന് സ്നേഹമെന്നല്ലാതെ മറ്റൊരർത്ഥമില്ലെന്ന് എന്നെങ്കിലും ഒരിക്കൽ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരും. ആയിക്കോട്ടെ, കാത്തിരുന്നോളാം ഞാൻ. ഹംസല്ലേ? ഞാനടാ. ഇന്ന് രാത്രിയെങ്കിലും നാട് കേൾക്കണം ഭരതന്റെ നിലവിളി. ആഹാ, ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ. വാ മോളെ, അകത്തിരിക്കാം. വാ വാ. തനിച്ചേ ഉള്ളോ? അച്ഛൻ വീട്ടിലുണ്ട്. ഇരിക്കും മോളെ. അല്ല, ജയനും മായും വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ മോളെ, എന്തു പറ്റി? ഏട്ടന് ലീവില്ല. അമ്മയ്ക്കാണെങ്കിൽ മായേട്ടത്തി ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല. സാരമില്ല, സമയം കിട്ടുമ്പോ വന്നാ മതി. ഞാനിപ്പോ വന്നത് ഒരു കാര്യം ചോദിക്കാനാ. എന്താ? മായേട്ടത്തിയുടെ ജാതകം ഒന്ന് വേണം. അമ്മ പറഞ്ഞിട്ടാ. എന്തോ വഴിപാട് കഴിക്കാനാണത്രേ. പിന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാരം ചെയ്യണം. അത് പിന്നെ
ജാതകം എന്താ ജാതകം എന്തായി തന്നയക്കാൻ മടിയുണ്ടോ? ഹേയ്, മടിയുണ്ടായിട്ടല്ല. അത് പിന്നെ അതെ, ഇവിടെ കാണാനില്ല മോളെ. കാണാനില്ലെന്നോ? ഞങ്ങളത് എല്ലായിടത്തും അന്വേഷിച്ചതാ, പക്ഷെ എവിടെ പോയെന്നറിയില്ല. ജാതകമൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? എപ്പോഴാ ആവശ്യം വരുമെന്ന് അറിയില്ലല്ലോ. അശ്വതി എടുത്തിയുടെയും മായയെടുത്തിയുടെയും കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നെങ്കിൽ ചെറുക്കൻ വീട്ടുകാർ ജാതകം ചോദിക്കില്ലായിരുന്നോ? ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. ജാതകം കിട്ടിയാ എടുത്തു വെച്ചേക്കണം. അല്ല, മായമോക്ക് അവിടെ സുഖം തന്നെയല്ലേ? സുഖമാണോന്നോ? മഹാലക്ഷ്മി താമസിക്കാൻ വന്നുന്നാ അമ്മ മായടത്തെ കുറിച്ച് പറയാറ്. എല്ലാം എന്റെ കുട്ടിയുടെ ഭാഗ്യം. ഞാൻ ഇറങ്ങട്ടെ. നമ്മൾ നുണ പറഞ്ഞതാണെന്ന് ശോഭയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവൂ. വിജയേട്ടാ, അവളെ കിട്ടിയ ദിവസം തന്നെ നമ്മളൊരു ജാതകം എഴുതിക്കേണ്ടതായിരുന്നു. അതെങ്ങനെയാ? ജനന സമയവും നാളും കൃത്യമായി നമുക്ക് അറിയാമായിരുന്നോ? അപ്പോഴത്തെ വെപ്രാളത്തിന് ആരോടും ഒന്നും ചോദിക്കാനും പറ്റിയില്ല. യശോദക്ക് എന്തിനാ മായയുടെ ജാതകം? ശോഭ പറഞ്ഞത് കേട്ടില്ലേ? ജാതകം നോക്കിക്കാം. ജാതകവും ഇല്ലാന്നറിയുമ്പോ ആ സ്ത്രീക്ക് വല്ല സംശയം തോന്നുവോ വിജയേട്ടാ? ജാതകം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരും പെട്ടെന്ന് വിശ്വസിക്കില്ല. ആ വിശ്വംഭരനാണെങ്കിൽ മണത്ത് നടക്കുന്നുണ്ട്. ചെറിയൊരു സംശയം തോന്നിയാൽ മതി, നമ്മളെ ഈ വീട്ടിനുള്ളിലിട്ട് കത്തിച്ച് ചാമ്പലാക്കിയിട്ടായാലും അയാൾ സത്യം കണ്ടെത്തിയെന്ന് വരും. അപ്പോഴും നുണ പറഞ്ഞ് നമുക്ക് നമ്മുടെ മായമോളെ രക്ഷിക്കാൻ കഴിയുമോ ശാരദ? പാവം എന്റെ മോള്. ഇവിടെ ആരും ഇല്ലേ മോളെ? ഇല്ലച്ചാ. എല്ലാരും എവിടെ പോയി? ജയേട്ടൻ ബാങ്കിൽ നിന്ന് വന്നിട്ടില്ല. അമ്മയും ശോഭയും കൂടി യമുനയെ കാണാൻ പോയിരിക്കുക. എന്താ കാര്യം? അമ്മയ്ക്ക് അവിടെ പോണോങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം വേണോ? എപ്പ വേണേലും പൊയ്ക്കൂടെ? നീ തനിച്ചല്ലേ ഉള്ളൂ ഇവിടെ? തനിച്ചല്ലല്ലോ, അച്ഛനും കൂടെയില്ലേ? ഈ ചിരിയും കളിയും എപ്പോഴും ഉണ്ടായിരിക്കണം ഇവിടെ. നിന്നെ കണ്ടപ്പോ വിജയനും ശാരദയ്ക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അവരുടെ മനസ്സ് വിഷമിപ്പിക്കരുത് മോളെ. അങ്ങനെ വളർത്തിയതാ നിന്നെ. അതാ ജയേഷൻ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അവര് തകർന്നു പോയത്. ഇടയ്ക്കൊക്കെ പോയി കാണണം, അവരുടെ സുഖവിവരങ്ങൾ തിരക്കണം. തനിച്ചല്ലേ ഉള്ളൂ, നീ ഉണ്ടാകണം വിളിപ്പുറത്ത്. ഉണ്ടാകുമെന്നറിയാം, ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ അമ്മ പറഞ്ഞതാ. കടിച്ച പാമ്പ് തന്നെ വന്ന് വിഷം വലിച്ചെടുത്തോണ്ടിരിക്കുക. പിരിഞ്ഞു പോവാമെന്നവൾ സമ്മതിച്ചു. ഇത്ര പെട്ടെന്ന് അതങ്ങനെ സാധിച്ചു? മഹാലക്ഷ്മിയെ നോട്ടിന്റെ കെട്ടുകളായി കവടിപ്പലകെ വന്ന് വീഴുമ്പോ നടക്കില്ലെന്ന് കരുതുന്നതൊക്കെ നടക്കും. ചില ജ്യോത്സ്യന്മാരുടെ നാവ് പിഴയ്ക്കും. ഗ്രഹങ്ങൾ നമ്മൾ പറയുന്നതനുസരിക്കും അല്ലേ? സൂക്ഷിക്കണം. ഒരു സെക്കൻഡ് ഒപ്പീനിയന് വകുപ്പുണ്ട്. നാട്ടില് വേറെയും ജ്യോത്സ്യന്മാരുണ്ടല്ലോ, പോയി കണ്ടാലോ? കാര്യം സെൻസേഷനിലായി മാറിക്കഴിഞ്ഞു. ജയേട്ടന്റെ ജീവൻ. ഇനി മറ്റൊരു പരീക്ഷണത്തിന് മായ തയ്യാറാവില്ല. സഹായിക്കാൻ ആരെങ്കിലും വന്നാലോ? അങ്ങനെ ആരുമായിട്ടും വലിയ അടുപ്പമൊന്നുമില്ല അവക്ക്. ആകെ ഉള്ളത് ഭരതൻ. സഹായം തേടി ഒരിക്കലും അവൾ ആ ഗുണ്ടയുടെ അടുത്ത് പോവില്ല. നീ പറയണ പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമോ യശോദേ? ഏടത്തെ ധൈര്യമായിട്ടിരിക്കേ, ഒക്കെ ഞാൻ ഏറ്റു.
ജയന്റെ യമുനയുടെയും കല്യാണം പൊടി പൊടിക്കണം നമുക്ക്. അപ്പൊ എന്റെ മോൾ അനുഭവിച്ച എല്ലാ ദുരിതത്തിനും പരിഹാരമാവും. അവള് കരഞ്ഞുകൊണ്ട് പടിയിറങ്ങുന്നത് കാണണമല്ലോ എനിക്ക്. അതിനെന്താ, കാണിച്ചു തരാലോ. നേരത്തെ വീട്ടിലേക്ക് പോന്നാ മതി. ഉറപ്പായിട്ടും വരും ഞാൻ. ഹരമുള്ള ആ കാഴ്ച കാണാതിരിക്കാൻ പറ്റുമോ? ദിവസവും ഞാൻ കാണുന്ന നല്ല സ്വപ്നമല്ലേ അത്? ജയൻ ഉറങ്ങിയോ മോളെ? നീയോ? എന്താ? ഇവനിങ്ങോട്ട് ഏൽപ്പിക്കാൻ വേണ്ടി വന്നാ. ആരാ അയാള്? ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാ എല്ലാം മണിമണി പോലെ പറഞ്ഞു തരും. എന്തിനാ എങ്ങോട്ട് കൊണ്ടുവന്നത്? പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ഏൽപ്പിക്കാമായിരുന്നു, പക്ഷേ നേരം വെളുക്കുമ്പോ ഇവനെ പൊക്കിയിരിക്കും വിശ്വംഭരൻ. വിശ്വംഭരന്റെ കില്ലർ ഗാങ്ങിലുള്ള കക്ഷിയാ. ചിലപ്പോ ഒരുപാട് വിവരങ്ങൾ തന്നു വരും. എന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് ഇവൻ പറഞ്ഞു തരുമോ? അതറിയാനുള്ള സമയമായിട്ടില്ല സാർ. ഈ പറഞ്ഞതിനർത്ഥം സത്യം നിനക്കറിയാം എന്നല്ലേ? ഒരുപാട് സത്യങ്ങൾ എനിക്കറിയാം. അതൊക്കെ പറയണമെന്ന് തോന്നുമ്പോഴേ ഞാൻ പറയും. വാശി വേണ്ട ഭരത. നീ ഇപ്പോ സംസാരിക്കുന്നത് പോലീസ് സൂപ്രണ്ടിനോടാ. അതുകൊണ്ടെന്ത്? നിർബന്ധിച്ച് ഒരു കാര്യവും നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറയിക്കാൻ പറ്റില്ല. കൊണ്ടുപോയി നന്നായിട്ടൊന്ന് തലോടിയാലോ? ഇത് ഭരതനാ സാറേ. അതുകൊണ്ട് നിലവിളിക്കാൻ പോലും ഞാൻ വായ തുറക്കില്ല. നീ നല്ലവനായെന്നല്ലേ പറഞ്ഞത്? അതെ. ആര് പറഞ്ഞിട്ടാ അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത്? ആരും പറഞ്ഞിട്ടൊന്നുമില്ല, സ്വയം തോന്നിയതാ. ഇപ്പോ ആ കൂടെയുള്ള പെണ്ണ് നീ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടാവും അല്ലേ? ഇഷ്ടമുള്ളവർക്കൊക്കെ വിശ്വസിക്കാം. എത്ര കാലത്തേക്കാ ഈ നാടകം? ഇത് നാടകമല്ലല്ലോ, സത്യമല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ ഭരത. നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് കരുതിയിട്ടല്ല ഞാനൊരു മനുഷ്യനായത്. സ്വയം തോന്നിയിട്ടാ. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. തൽക്കാലത്തേക്ക് ഉപദ്രവിക്കുന്നില്ല. നിന്നെ പോലുള്ള ക്രിമിനലുകളെ പൊക്കാൻ ശക്തമായ തെളിവുകളോ? അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് പുഷ്പം പോലെ ചോർന്നു പോകൂലേ? നിങ്ങളെപ്പോലെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. ചിലതൊക്കെ ഇവൻ പറഞ്ഞു തരും, ബാക്കിയുള്ളത് വിശ്വംഭരന്.
രഹസ്യങ്ങളുടെ കലവറയല്ലേ നിന്റെ ഈ ഊരുക്ക് മനസ്സ്. അതിക്രമിച്ച് കടക്കാൻ എനിക്കൊരു മാന്ത്രിക താക്കോല് വേണം. അതിന് ഏതെങ്കിലും കൊല്ലൻ്റെ അടുത്ത് പോയാൽ മതി. അല്ലാതെ തന്നെ സംഘടിപ്പിച്ചോളാം ഞാൻ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വീട്ടിൽ അശ്വതി തനിച്ച, എനിക്ക് പോണം. ഓ മറന്നു, കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുകയാണല്ലോ നീ. ശുഷ്കാന്തി കാണും. നിന്നെ സഹായിക്കാൻ ആ ഭാനുമതി കൂടെ കൂടെ എന്നെ കാണാൻ വരാറുണ്ടല്ലോ. ആരാ അവര്? വിശ്വംഭരന്റെ ഭാര്യ. അതെനിക്കറിയാം. നിന്റെ ആരാണെന്നാ ചോദിച്ചത്. അമ്മ. അമ്മയോ? അതെങ്ങനെ ശരിയാവും? എന്നെ വളർത്തിയത് അവരാ. ഒരമ്മയുടെ സ്നേഹം തന്നു. ബന്ധങ്ങൾക്ക് വിചിത്രമായ അർത്ഥങ്ങൾ. നിന്നെപ്പോലെ ക്രൂരനായ ഒരു കൊലയാളിക്ക് ആ നല്ല സ്ത്രീ എങ്ങനെ അമ്മയായി? ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ബന്ധങ്ങൾക്ക് വിചിത്രമായ അർത്ഥങ്ങളുണ്ട്. അതെനിക്കിപ്പോൾ മനസ്സിലാവും. അത് അനുഭവിക്കുക ഞാനിപ്പോൾ. ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞു ഞാൻ. ഇനി പുതിയ ഒരു കേസിലും എന്നെ തേടി വരരുത്. മനസ്സിൽ തൊട്ടാ പറയുന്നത്. ക്രിമിനലുകളുടെ കൂട്ടത്തിൽ ഇനി ഒരിക്കലും ഭരതന്റെ പേരുണ്ടാവില്ല. കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ ഉപദ്രവിക്കരുതെന്ന് നിങ്ങളുടെ പുതിയ ഡിവൈഎസ്പിയോട് ഒന്ന് പറയണം. പറയടാ, എവിടെയാ വിശ്വംഭരൻ ബ്രൗൺ ഷുഗർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? പറയടാ. എന്താ സർ? വിശ്വംഭരനെ ഒന്ന് കാണാൻ വന്നതാ. പേടിക്കണ്ട, അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല. ഇടയ്ക്കൊക്കെ ഞങ്ങൾ പരസ്പരം കാണാറുണ്ട്. ഒന്ന് വിളിക്കാമോ? വിളിക്കാലോ. സാർ ഇരിക്കെ. ഇന്നലെ രാത്രി ഭരതനെ ഞാൻ കണ്ടിരുന്നു. വീണ്ടും അവനെ? ഇല്ല, ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്നെ കാണാൻ വന്നതാ അവൻ. കൂട്ടത്തിൽ അവനെ കൊല്ലാൻ വന്നൊരു ഗുണ്ടയും ഉണ്ടായിരുന്നു. സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു. സത്യവ, ഈ ബംഗ്ലാവിൽ വളർന്ന കുട്ടിയെ അവൻ. സ്വന്തം അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ ഞാൻ അവന്റെ അമ്മയായി. അപ്പോ വാസന്തി എന്ന സ്ത്രീയുടെ റോൾ എന്താ? വിശ്വേട്ടന്റെ ആദ്യ ഭാര്യയായിരുന്നു. അവര് മരിച്ചുപോയപ്പോ. മരിച്ചതല്ലോ, കൊന്നതല്ലേ? ആ മഹേന്ദ്ര സാർ, എന്താ ഈ വഴിക്കൊക്കെ? എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അതിനെന്താ, ചോദിച്ചോളൂ. ആദ്യ ഭാര്യ വാസന്തിയെ നിങ്ങൾ ചവിട്ടിക്കൊന്നതല്ലേ? ഇവിടെ അങ്ങനെ പറഞ്ഞോ? വെറുതെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം മഹേന്ദ്രൻ നിങ്ങളെ തേടി വരില്ല. പറയേണ്ടവർ പറയണം. പറഞ്ഞു. പറഞ്ഞു. ഞാൻ ചായ എടുത്തോണ്ട് വരാം. ആ ശരി. എന്താ, എന്നെ വീണ്ടും വിലങ്ങന്റെ കിഴക്കെ കളിപ്പിക്കാറായോ? പേടിയുണ്ടല്ലേ? പേടി എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ അമ്മയും മോളെ തറവാട്ടിലേക്ക് പറഞ്ഞയച്ചില്ലേ നിങ്ങൾ? എന്റെ ഭാര്യ സഹായിച്ചിരുന്നില്ലെങ്കിൽ നീ എങ്ങനെ എന്റെ മുന്നിൽ വന്ന് വടി പോലെ ഒന്ന് വർത്താനം പറയായിരുന്നു എന്റെ പൊന്നു മഹേന്ദ്ര? ഇപ്പൊ മനസ്സിലായല്ലോ എനിക്ക് നിന്നെ പേടിയില്ല എന്നുള്ളത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ വടി പോലെ നിന്ന് വർത്തമാനം പറയുന്നത്. അല്ല, ഈ വരവിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഭരതനെ കൊല്ലാൻ ഇന്നലെ രാത്രി നിങ്ങളൊരു കൊലയാളി അയച്ചിരുന്നില്ലേ? അയച്ചിരുന്നു. എന്താ, കൊന്നോ? ഇല്ല, അവനെ ഭരതൻ പൊക്കി ജീവനോടെ. രാത്രിക്ക് രാത്രി അവനെ വേണ്ടപ്പെട്ടവർക്ക് വിട്ടുകൊടുത്തു. ശരീരം നോവുമ്പോഴൊക്കെ അവൻ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്.